بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി അൽ ഇമാം ഇബ്നു മാജഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ത്വലബുൽ ഇൽം, അറിവ് അന്വേഷിക്കുക എന്നത്, ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നത് ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും അത് നിർബന്ധമായ കാര്യമാണ്. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ത്വലബുൽ ഇൽം, ഇൽമ് അന്വേഷിക്കുക എന്നത്, അല്ലാഹുവിന്റെ ദീനിലെ വിവരങ്ങൾ അന്വേഷിച്ചു പഠിക്കേണ്ടതാണ്. ചില ആളുകൾ ധരിക്കുന്നത് പോലെ ഇൽഹാമിലൂടെ അവൻ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ, അതല്ലെങ്കിൽ അവൻ ജീവിച്ച് അങ്ങനെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ ഇൽമു ഉണ്ടാവുകയില്ല. മറിച്ച് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ത്വലബുൽ ഇൽം, ഇൽമ് എന്ന് വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടിരിക്കുന്നത് ദീനിന്റെ അറിവുകളാണ്. ചില ആളുകൾ ഇത്തരം ഹദീസുകൾ പറഞ്ഞതിന് ശേഷം പറയും, ആധുനിക വിജ്ഞാനങ്ങൾ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഇതൊക്കെ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇത് തെറ്റാണ്. ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള അറിവാണ്. ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, ആ ഖുർആനും ഹദീസും സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് പഠിക്കുക, ഇതാണ് ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയത്. അവിടുത്തെ ചില ഹദീസുകളിൽ വന്നതുപോലെ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ, അറിവുള്ളവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവറിസു ദീനാറൻ വലാ ദിർഹമ, നബിമാർ അവർ ഈ ദുനിയാവിൽ വിട്ടേച്ചു പോയത് ദീനാറുകളോ ദിർഹമുകളോ അല്ല. വഇന്നമാ വറസുൽ ഇൽം, അവർ വിട്ടേച്ചു പോയത് ഇൽമാണ്. അവർ വിട്ടേച്ചു പോയ ഇൽമ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ഇൽമ് ഏതാണ്? ഖുർആനാണ്, ഹദീസാണ്.
അത് പഠിക്കുക എന്നതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. തലബുൽ ഇൽമി ഫരീദത്തുൻ, ഇൽമു പഠിക്കുക എന്നത് ഫർളാണ്, നിർബന്ധമാണ്. നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയും ദുഹർ നിസ്കാരം ഫർളാണ്, അതുപോലെ ഇൽമു പഠിക്കുക എന്നത് ഫർളാണ്. പല ആളുകളുടെയും ധാരണ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അറബി കോളേജിലുള്ള ആളുകൾക്കുള്ളതാണ്, അത് മുസ്ലിയാക്കന്മാർക്കും മൗലവിമാർക്കും ഉള്ളതാണ്, ഖുതുബ പറയുന്നവർക്കുള്ളതാണ്. അല്ല, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും ഇൽമു പഠിക്കുക എന്നത് നിർബന്ധമാണ്. നീ മുസ്ലിമാണോ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, അത് നിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. അറബി കോളേജുകളിലുള്ളവരോ പള്ളി ദർസുകളിലുള്ളവരോ മാത്രം പഠിച്ചെടുക്കേണ്ട കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, മുസ്ലിമിന്റെ മേൽ ദീൻ പഠിക്കുക എന്നത് നിർബന്ധമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിവുകൾ രണ്ട് രൂപത്തിലുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും സ്വയം ചോദിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തേത് മാ ലാ യസഉൽ മുസ്ലിമ ജഹ്ലു, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അറിയില്ല എന്ന് പറയാൻ പാടില്ലാത്ത അറിവുകൾ, ഇത് പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. എല്ലാ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട, അവന് അറിയില്ല എന്ന് പറയാൻ പാടില്ലാത്ത അറിവുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 6 ഈമാൻ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിൽ, അവന്റെ കിതാബിൽ വേദഗ്രന്ഥങ്ങളിൽ, അവന്റെ റസൂലുകളിൽ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ, ഖദാഇൽ. ഈ 6 കാര്യങ്ങളിൽ വിശ്വസിക്കുക, അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് എല്ലാവർക്കും ഉണ്ടാകണം. പക്ഷെ ഖേദകരം എന്ന് പറയട്ടെ, ഇക്കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിൽ ചിലരോട് ഈ 6 കാര്യങ്ങൾ എണ്ണി പറയാൻ പറഞ്ഞാൽ വരെ അവർക്കത് ചിലപ്പോൾ കിട്ടുകയില്ല, ഓർമ്മ വരികയില്ല. അല്ലാഹുൽ മുസ്തആൻ. അതുപോലെ തന്നെ പഠിക്കൽ നിർബന്ധമായ കാര്യമാണ് ഈമാൻ, അതിനുശേഷം ഇസ്ലാം, ഇസ്ലാമിലെ അടിസ്ഥാന കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യങ്ങൾ. ഒന്നാമത്തേത് ഏതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ. ഇത് പഠിക്കൽ ഓരോ മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഞാൻ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്? നിർബന്ധമായും പഠിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന സാക്ഷ്യ വചനം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള എന്റെ ബാധ്യതകൾ? പഠിക്കൽ നിർബന്ധമാണ്. വ ഇഖാമിസ് സ്വലാഹ്, രണ്ടാമത്തെ നിസ്കാരമാണ്. എങ്ങനെ നിസ്കരിക്കണം? നിസ്കാരത്തിന്റെ റുക്ൻ ഏതാണ്? ഷർത്ത് ഏതാണ്? വാജിബ് ഏതാണ്? സുന്നത്ത് ഏതാണ്? ഒരു പൊതുവിവരമെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് അറിയാതെ നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കുക? നിസ്കാരത്തിലെ റുക്ൻ നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം ബാത്തിലായി. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഒരു ചെറിയ തലവേദന വന്നാൽ ഇരുന്ന് നിസ്കരിക്കും. നിന്ന് നിസ്കരിക്കുക എന്നത് റുക്നാണ്. അത് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സ്വീകരിക്കുകയില്ല. റുക്നുകൾ ഏതാണ്? വാജിബുകൾ, ഒരു പൊതുവിവരമെങ്കിലും അവൻ ഉണ്ടാക്കിയെടുക്കണം. നിർബന്ധമാണ് ഇതൊക്കെ. നിസ്കാരത്തെ കുറിച്ച് പഠിക്കണം. നിസ്കാരത്തിൽ ചൊല്ലുന്നത് എന്താണ് പഠിച്ചിരിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം.
അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫാത്തിഹയാണ്. ഫാത്തിഹയുടെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കിയിരിക്കുക, അതൊക്കെ നിർബന്ധമാണ്. സകാത്ത് നിർബന്ധമാണ് എന്നെങ്കിലും ചുരുങ്ങിയത് അവൻ പഠിച്ചിരിക്കണം. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ മനസ്സിലാക്കണം, പഠിക്കണം. ഇതൊന്നും നിസ്സാരമായി കാണാൻ പാടുള്ള വിഷയങ്ങളല്ല. ഒരിക്കൽ കുറച്ചധികം പ്രായമുള്ള ദീന് പാലിച്ച് ജീവിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം റമദാനിൽ ഏതാണ്ട് 10-15 നോമ്പുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില ദിവസങ്ങളിൽ സുബ്ഹ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് എഴുന്നേൽക്കാറുള്ളത്. സുബ്ഹ് ബാങ്ക് കൊടുത്തതിന് ശേഷം എഴുന്നേറ്റാൽ എന്തെങ്കിലും ഒരു അത്തായം, ഒരു 2 ഈത്തപ്പഴമെങ്കിലും കഴിച്ചിട്ടാണ് ഞാൻ നോമ്പ് നോൽക്കാറുള്ളത്. എത്രയോ വർഷങ്ങളായി അദ്ദേഹം അങ്ങനെയാണ് നോമ്പ് നോക്കുന്നത്. സുബ്ഹ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റാൽ 2-3 ഈത്തപ്പഴം അത്തായം കഴിക്കുന്നതിന് വേണ്ടി കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം നോമ്പെടുക്കുന്നത്. എത്ര കാലമായി അങ്ങനെയാണ് നോമ്പ് നിൽക്കുന്നത്? നോമ്പ് ബാത്തിലാണ്, നോമ്പ് ശരിയായിട്ടില്ല. സുബ്ഹ് ബാങ്ക്, അതായത് ഒന്നാമത്തെ പുലരി ഉണ്ടായി കഴിഞ്ഞാൽ, അൽ ഫജ്ർ സാദിഖ്, ശരിയായ പുലരി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചാൽ അവരുടെ നോമ്പ് ബാത്തിലാണ്. അദ്ദേഹത്തിന്റെ ധാരണ അത്താഴം കഴിക്കാതെ നോമ്പ് ശരിയാവില്ല എന്നാണ്. നോമ്പിനെ കുറിച്ച് പഠിക്കുക എന്ന് നിർബന്ധമാണ്. അതുപോലെ തന്നെ വഹജ്ജിൽ ബൈതി ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, ഹജ്ജ് ചെയ്യുക എന്നത് സാധ്യമാണ് എങ്കിൽ ഹജ്ജ് ചെയ്യുക, അത് നിർബന്ധമാണ് എന്ന് പഠിക്കണം. ഹജ്ജ് ചെയ്യേണ്ടി വന്നാൽ അതിനെക്കുറിച്ചും പഠിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, 3 അടിത്തറകൾ, 3 അടിസ്ഥാനങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കുക എന്നത് നിർബന്ധമാണ്. ആ 3 കാര്യങ്ങൾ ഖബറിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. എന്താണ് ഖബറിൽ ചോദിക്കപ്പെടുക? ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? അതിന്റെ ഉത്തരം എന്താണ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ചില ആളുകൾ വിചാരിക്കും ഇതിന്റെ അർത്ഥം ഇതിങ്ങനെ വാക്കാൽ പഠിച്ചു. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? ആരാണ് അല്ലാഹു സുബ്ഹാനഹു തആല? ഈ പഠിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, വമൻ നബിയുക, അതല്ലെങ്കിൽ വമാ ദീനുക, നിന്റെ ദീൻ എന്താണ്? എന്താണ് അതിനുള്ള ഉത്തരം? ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പഠിക്കണം. വെറുതെ ദുനിയാവിൽ ഇത് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് സാക്ഷ്യം വഹിച്ചവരാണ്. മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ചവരാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് നിസ്കാരത്തിന്റെ മഹത്വം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്നുകൊണ്ട് അവിടുത്തെ പിന്നിൽ മഅ്മൂമായി നിസ്കരിച്ചവരാണ് മുനാഫിഖുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടൊപ്പം ജിഹാദ് ചെയ്തവർ വരെ മുനാഫിഖുകളുടെ കൂട്ടത്തിലുണ്ട്. യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടവർ വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുനാഫിഖിനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവനോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? എന്താണ് അവൻ മറുപടി പറയുക? അവൻ അട്ടഹസിക്കും, ഹാ ഹാ റഅയ്തു الناس يقولون كذا وكذا فقلت كذا وكذا. ജനങ്ങൾ ചിലതെല്ലാം പറയുന്നത് ഞാൻ കേട്ടു, അതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ അർത്ഥമെന്നറിയില്ല. അവനത് മനസ്സിൽ വിശ്വസിച്ചിട്ടില്ല, അവനത് ഉൾക്കൊണ്ടിട്ടില്ല. ദുനിയാവിൽ അവൻ ഷഹാദത്ത് ചൊല്ലിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ചത് അവന് ഉപകാരപ്പെടുന്നില്ല. മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ ഖബറിലുള്ള ചോദ്യം, മൻ ഹാദാ അല്ലദീ ബുഇസ ഇലൈഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഖബറിലുള്ളവനോട് ചോദിക്കും, ഇതാരാണ്?
നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ട മുനാഫിക്കുകൾ, കുഫാറുകൾ അവർ പറയും ലാ അദ്രി, എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത, അവിടുത്തെ വിശ്വസിച്ച പിന്നീട് വന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അവർ പറയും ഇതെന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട വിജ്ഞാനങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിയുന്ന വിജ്ഞാനങ്ങളാണ്. ചില ആളുകൾക്ക് അത് നിർബന്ധമായിരിക്കും, മറ്റു ചിലർക്ക് നിർബന്ധമായിരിക്കില്ല. ഉദാഹരണത്തിന്, നീ കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണ്, കച്ചവടക്കാരനാവാൻ പോവാണ്. നിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. ഞാൻ ഈ വിൽക്കുന്ന സാധനം ഹലാലാണോ ഹറാമാണോ, ഞാൻ ഈ വിൽക്കുന്ന രൂപം ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടതാണോ, അത് പഠിക്കൽ നിർബന്ധമാണ്. അതറിയാതെ പോയി കച്ചവടം ചെയ്ത് പിന്നെ ഹറാമിൽ വീണ് പിന്നീട് അവൻ പഠനത്തിൽ, അത് പഠിക്കുന്നതിൽ കുറവ് വരുത്തിയതിനു ശേഷം ഹറാമുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ തെറ്റ് അവന്റെ മേലാണ്. അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾ പഠിക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കേണ്ടി വരും, പഠിക്കാതിരിക്കാൻ. അങ്ങനെ അവൻ പഠിക്കാതിരുന്നതിന്റെ ശിക്ഷയുമുണ്ട്, ആ പഠിക്കാത്തത് കൊണ്ട് അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ശിക്ഷയുണ്ട്. രണ്ട് ഇരട്ടി ശിക്ഷയുണ്ട്. അപ്പോൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ അലസത വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് വിവാഹമെന്ന്. വിവാഹത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ്, നീ ഭർത്താവാകാൻ പോവുകയാണ്. എന്താണ് ഭർത്താവിന്റെ ബാധ്യതകൾ? പഠിക്കണം. എന്താണ് ഇസ്ലാമിൽ ദാമ്പത്യ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. ഭാര്യയോടുള്ള കടമകൾ എന്താണ്, അവൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇത് പഠിച്ചു മനസ്സിലാക്കണം. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇത്തരം കാര്യങ്ങളിൽ പലതിലും ഈ കാലഘട്ടത്തിലെ യുവാക്കൾക്ക്, യുവതികൾക്ക് വിവരമില്ല എന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ജനാബത്തുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കണം. വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ സുബ്ഹാനല്ലാഹ്, എത്രയധികം പേരാണ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പറയുന്നു, ഹൈദുള്ള സന്ദർഭത്തിൽ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, എനിക്കറിയില്ല. 30 വയസ്സുള്ള ആളുകളാണ് ഈ ചോദിക്കുന്നത്. ദീനിന്റെ വിധിവിലക്കുകൾ പഠിക്കാതെ അതിലേക്ക് പ്രവേശിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. ഇതിനൊക്കെ പുറമെ ഭാര്യയോടുള്ള കടമകൾ, അതല്ലെങ്കിൽ തിരിച്ചു ഭർത്താവിനോടുള്ള കടമകൾ എന്താണ് എന്ന് മനസ്സിലാകാത്ത അത്തരം വിവാഹങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന തലാഖുകൾ, ഡിവോഴ്സുകൾ, അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് പഠിക്കണം. നിന്റെ കുട്ടി പ്രായപൂർത്തിയാവുകയാണ്, സ്ത്രീയാണ് എങ്കിൽ ഹൈദുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതോടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജനാബത്തിന്റെ കുളി, അതല്ലെങ്കിൽ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത് പഠിക്കണം. ആളുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അശ്രദ്ധ കാണിക്കുന്നത് വലിയ അപകടമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് നിർബന്ധമായും പഠിക്കേണ്ട 2 തരം വിജ്ഞാനങ്ങൾ. ഒന്ന്, എല്ലാ മുസ്ലിമും പഠിക്കേണ്ടത്. 2, ഓരോ മുസ്ലിമിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവന്റെ മേൽ നിർബന്ധമാകുന്ന വിജ്ഞാനങ്ങൾ. ഇങ്ങനെയുള്ള മസ്ജിദുകളിലെ സദസ്സുകളിൽ ദീൻ പഠിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് കൂടണം. അത് നാം നിസ്സാരമായി കാണരുത്. നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ അവഗണിക്കരുത്. അങ്ങനെ അവസരങ്ങൾ മസ്ജിദുകളിൽ ഉണ്ടാവുക എന്നത് അള്ളാഹു നിങ്ങൾക്കുമേൽ ചെയ്യുന്ന നിഅമത്താണ്, അനുഗ്രഹമാണ്. അങ്ങനെ ദീൻ പഠിപ്പിക്കാൻ ഒരാളെ നിങ്ങൾക്ക് ലഭിക്കുക എന്നത് വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്.
അതിന്റെ വില നാം നിസ്സാരമായി കാണാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ, ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ച വിഷയം. 2 ബാധ്യതകൾ മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിച്ചിരിക്കേണ്ട 2 ബാധ്യതകളെ കുറിച്ച് കഴിഞ്ഞ ദർസിൽ നാം വിവരിച്ചിരുന്നു. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശ്വസിക്കുക എന്നതാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കുക എന്നതാണ്. 3ഉം 4ഉം ബാധ്യതകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. 3ാമത്തെ ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മുസ്ലിം പാലിച്ചിരിക്കേണ്ട 3ാമത്തെ കാര്യം തഅസീറുഹു വതൗഖീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബഹുമാനിക്കുക, അവിടുത്തെ ആദരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹായിക്കുകയും അവിടുത്തെ പിന്തുണക്കുകയും ചെയ്യുക. ഇത് ഒരു മുസ്ലിമിന്റെ മേലുള്ള പ്രധാന ബാധ്യതകളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നത് ഷാഹിദൻ, സാക്ഷിയായി കൊണ്ടാണ്. ഈ ഉമ്മത്തിനുമേൽ സാക്ഷ്യം പറയുന്നവരാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമുബശ്ശിറൻ വനദീറ, അതുപോലെ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ് താങ്കൾ, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവരാണ് താങ്കൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു. എന്തിനാണ് നാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്? ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാനാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മുൻപ് പറഞ്ഞതാണ്. വതുഅസ്സിറൂഹു വതുവഖിറൂഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിന്തുണക്കുന്നതിന് വേണ്ടിയാണ്, അവിടുത്തേക്ക് നിങ്ങൾ ശക്തി പകരുന്നതിന് വേണ്ടിയാണ്. വതുവഖിറൂഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ആദരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു അവിടുത്തെ അയച്ചത് അവിടുത്തെ വിശ്വസിക്കാൻ വേണ്ടിയാണ്, അവിടുത്തെ ആദരിക്കുന്നതിന് വേണ്ടിയാണ്, അവിടുത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇക്കാര്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്തുൽ അറാഫിൽ, فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും അവിടുത്തെ പിൻപറ്റുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തിപ്പെടുത്തുകയും അവിടുത്തെ പിന്തുണക്കുകയും അവിടുത്തെ ആദരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ അവതരിപ്പിക്കപ്പെട്ട പ്രകാശം, അതായത് വിശുദ്ധ ഖുർആൻ, അത് പിൻപറ്റുകയും ചെയ്തവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ, അവർക്കാണ് സ്വർഗ്ഗം ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുക, അവിടുത്തേക്ക് ശക്തി പകരുക എന്നത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദരവുണ്ടാവുക, അവിടുത്തെ പേര് പറയുമ്പോൾ അവിടുത്തോട് ബഹുമാനമുണ്ടാവുക, ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. അദ്ദേഹം പറഞ്ഞു, കാന ജിസ്ഉൻ യഖൂമു ഇലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ പ്രസംഗിക്കുന്നതിനു വേണ്ടി ചാരി നിൽക്കാറുണ്ടായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലം കൊടുത്ത് നിൽക്കാറുണ്ടായിരുന്ന ഒരു മരത്തടി ഉണ്ടായിരുന്നു. ഫലമ്മാ വുദിഅ ലഹുൽ മിംബർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് ചില ആളുകൾ ഒരു മിമ്പർ ഉണ്ടാക്കി നൽകി, അതിന്റെ മുകളിൽ നിന്ന് ഖുത്ബ പറയുന്നതിന് വേണ്ടി, സംസാരിക്കുന്നതിന് വേണ്ടി. ഫസമിഅനാ ലിൽജിസ്ഇ മിസ്ല അസ്വാതിൽ ഇശാർ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിൽക്കാറുണ്ടായിരുന്ന ആ മരത്തടി, അതിൽ നിന്ന് ഗർഭിണിയായ ഒരു ഒട്ടകം അതിന്റെ കരച്ചിലിന് സമാനമായ തേങ്ങൽ ഞങ്ങൾ കേട്ടു. ഒരു മരത്തടി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അരികിൽ ചാരി നിന്നിരുന്നു. അതിനെ അവിടുന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ, മിമ്പറിലേക്ക് അവിടുന്ന് മാറിയപ്പോൾ സഹാബികൾ പറയുകയാണ്, ആ മരത്തടിയിൽ നിന്ന് ഞങ്ങൾ തേങ്ങലിന്റെ ശബ്ദം കേട്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ്. حتى نزل النبي صلى الله عليه وسلم فوضع يده عليه, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ആ മരത്തടിയുടെ മുകളിൽ കൈവച്ചു, അതിനെ ആശ്വസിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതായിരുന്നു ഇത്. അവിടുത്തേക്ക് കല്ലുകളും മരങ്ങളും സലാം പറയുമായിരുന്നു എന്നത് ഹദീസുകളിൽ ധാരാളമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. ഈ ഹദീസ് ഇത് എടുത്തു പറഞ്ഞുകൊണ്ട് അൽ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇദാ കാനൽ ജിസ്ഉ യഹിന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅൻതും ഔലാ ബിൽ ഹനീൻ ഇലൈഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അകന്നു പോകുന്നതിൽ ഒരു മരത്തടി തേങ്ങുന്നുണ്ട് എങ്കിൽ ഫഅൻതും ഔലാ ബിദാലിക്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് വേണ്ടി തേങ്ങാൻ അതിനേക്കാൾ അർഹതയുള്ളവരാണ്, അതിനേക്കാൾ ബാധ്യതയുള്ളവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഇദാ അസാബത്കും മുസീബ, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദുരിതം ബാധിച്ചാൽ ഫൽയദ്കുർ മുസീബതഹു ബി, അവൻ എന്നെ കൊണ്ട് അവന് ബാധിച്ച പ്രയാസം, എന്നെ കൊണ്ട് അവന് ബാധിച്ച നഷ്ടം, അതിനെക്കുറിച്ച് ഓർക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പ്രയാസം ബാധിച്ചാൽ ഫൽയദ്കുർ മുസീബതഹു ബി, എന്നെ കൊണ്ട് അവന് ബാധിച്ച പ്രയാസത്തെ കുറിച്ച് അവൻ ഓർക്കട്ടെ. എന്താണ് എന്നെ കൊണ്ട് ബാധിച്ച പ്രയാസം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണമാണ്. فإنها أعظم المصائب, അത് ഏറ്റവും വലിയ ദുരിതങ്ങളിൽപ്പെട്ടതാണ്. ഏറ്റവും വലിയ ദുരിതം, ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്താണ്. സഹാബികൾ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ അവരുടെ മുഖം വിവർണമാകാറുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം ചുവക്കും. വൃദ്ധനായതിനു ശേഷം കയ്യിലൊരു വടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്ന് ഇങ്ങനെ വിറക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവർ വേദനിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ മസ്ജിദുൻ നബവിയിലേക്ക് കയറി വന്നപ്പോൾ രണ്ടാളുകളുണ്ട് ഉച്ചത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നു. മസ്ജിദുൻ നബവിയുടെ ചാരത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്. അദ്ദേഹം അവരോട് ചോദിച്ചു, മിൻ ഐന അൻതും, നിങ്ങൾ എവിടെ നിന്നാണ്? അവർ പറഞ്ഞു, മിനൽ യമൻ, യമനിൽ നിന്ന് വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ദൂരപ്രദേശത്ത് നിന്ന് വന്നവരായി മദീനയിലുള്ളവരായിരുന്നു എങ്കിൽ
ഞാൻ നിങ്ങളെ അടിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലാണോ നിങ്ങൾ ശബ്ദമുയർത്തുന്നത്? അവരുടെ ആദരവായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം വരെ അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചിരുന്നു. പക്ഷെ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയെല്ലാം ആദരവുണ്ടായിട്ടും ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ബഹുമാനിച്ചിട്ടും ഏതെങ്കിലും ഒരിക്കൽ പോലും, ഏതെങ്കിലും ഒരു ചെറിയ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികെ വന്നുകൊണ്ട് അവർ ഒരിക്കലെങ്കിലും നബിയെ ഞങ്ങൾക്ക് ഇന്ന പ്രയാസം ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്കിതാ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ ബാധിച്ചിരിക്കുന്നു, നബിയെ ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം എന്നവർ പ്രാർത്ഥിച്ചിട്ടില്ല ഒരിക്കൽ പോലും. ചിന്തിച്ചു നോക്കൂ. അവരെക്കാൾ ബഹുമാനം ഉണ്ടായിരുന്നവർ, അവരെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നവർ മറ്റാരുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ വരൾച്ചയുണ്ടായി, മഴ പെയ്യുന്നില്ല. മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തോ കാരണം കൊണ്ട് ആ നിസ്കാരത്തിന്റെ കാര്യം ജനങ്ങളോട് കൽപ്പിക്കാൻ മറന്നുപോയി. കുറച്ചു ദിവസങ്ങൾ നീണ്ടുപോയി. അങ്ങനെ ആളുകൾ, ജനങ്ങളിൽ ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തി. അല്ലെ, അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമുക്കറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ സാഹചര്യം എത്തിയാൽ ചിലപ്പോൾ മറന്നുപോകും. അതിനാണ് മറ്റുള്ളവരെ നസീഹത്ത് നൽകണം എന്ന് പറയുന്നത്. അവൻ അറിവുള്ള ആളല്ലേ, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ, അവനിപ്പോ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണോ എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ ആള് മറന്നുപോയതായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നാണ് ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. അവിടുത്തെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പയെ ഞങ്ങളിതാ മഴയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇമാമാക്കുകയാണ്. ഇന്നത്തെ ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലെയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ തൊട്ടടുത്തുണ്ട്. ഖബർ ദൂരെ പോലും അല്ല, മസ്ജിദുൻ നബവി അവരുടെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബികൾ അവർ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിച്ചില്ല, അവിടുത്തോട് സഹായം തേടിയില്ല, അവിടുത്തോട് മഴയ്ക്ക് വേണ്ടി തേടിയില്ല. അത് ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനം ഉണ്ടാകണം, അവിടുത്തോട് ആദരവ് ഉണ്ടാകണം. അവിടുത്തെ പേര് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ പേര് പറയുന്നത് പോലെ ആകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ പേര് വിളിക്കുന്നത് പോലെ ആകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യരുത്. സഹാബികൾ പരസ്പരം കൂട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കരുത്. നിങ്ങൾ അവിടുത്തെ വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അങ്ങനെയാണ് വിളിക്കേണ്ടത്. അവിടുത്തോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഉൻദുറൂന, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളെ ഒന്ന് പരിഗണിച്ചാലും, നബിയെ ഞങ്ങളെ ഒന്ന് നോക്കിയാലും. അങ്ങനെ ആദരവോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വിളിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ചെറിയ കാര്യമല്ല, നിസ്സാരപ്പെട്ട കാര്യമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക എന്നത്. ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം
അവർ ആദരവും ആരാധനയും മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ അവർക്ക് തെറ്റുപറ്റാറുണ്ട്. ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നതിലേക്ക് ആദരവിന്റെ പേരിൽ ചെന്നെത്തും. ഞങ്ങൾ ആദരിക്കുകയാണ് എന്ന് പറഞ്ഞു അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടത്തേക്ക് നൽകപ്പെട്ട സ്ഥാനത്തിന് മുകളിൽ ഉയർത്തിക്കളയും. എന്റെ അവിടുത്തോട് പ്രാർത്ഥിക്കും. അത് തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എന്നാൽ മറ്റു ചിലർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകേണ്ട ആദരവ് വരെ ആരാധനയാകുമോ എന്ന പേടിയിൽ ഇല്ലാതെയാക്കി കളയും. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ. ഇതിന് രണ്ടിനും ഇടയിലാണ് ശരീഅയുടെ ഭാഗമുള്ളത്. ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ അവന്റെ ഏതോ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നത് പോലെയാണ് എന്ന് തോന്നിപ്പോ. ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ അയാള്, അതല്ലെങ്കിൽ മൂപ്പര്, അദ്ദേഹം, ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പരസ്പരം ഉപയോഗിച്ചേക്കാവുന്ന വാക്കുകൾ അത് ഉപയോഗിക്കരുത്. ലഭ്യമായതിൽ ഏറ്റവും ആദരവുള്ള വാക്കുകളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രയോഗിക്കേണ്ടത്. ലഭ്യമായതിൽ ഏറ്റവും ആദരവുള്ള വാക്ക്. നമ്മൾ ഏറ്റവും ബഹുമാനത്തോടു കൂടി ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക, അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഇമാമിങ്ങൾ, മുൻഗാമികൾ ആ വിഷയത്തിൽ കാണിച്ചു തന്ന മാതൃകകൾ പരിശോധിച്ചാൽ അത്ഭുതപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുന്നതിനു വേണ്ടി മസ്ജിദിലേക്ക് വരുന്നതിന് മുൻപ് വുദു എടുക്കും. ഹദീസ് പറയണമെങ്കിൽ വുദു ഇല്ലാതെ അദ്ദേഹം ഹദീസ് പറയാറുണ്ടായിരുന്നില്ല. ആദരവ് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പറയുന്നതിന് മുൻപ് അവർ വുദു എടുക്കുമായിരുന്നു. ചില ആളുകൾ ചോദിച്ചത് വല്ല തെളിവുണ്ടോ? ഇത് ആദരവിന്റെ ഭാഗമാണ്. ഒരാൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നതിനു വേണ്ടി വുദു എടുക്കും, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദരിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم بعضا أن تحبط أعمالكم وأنتم لا تشعرون يا أيها الذين آمنوا ألا مؤمنين لا ترفعوا أصواتكم فوق صوت النبي നിങ്ങൾ നിങ്ങളുടെ ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനു മുകളിൽ ഉയർത്താൻ പാടില്ല. അവിടുത്തെ ശബ്ദത്തിനു മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദ. നിങ്ങളിൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുയർത്തി വർത്തമാനം പറയുന്നത് പോലെ, ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ സംസാരിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. നിങ്ങൾ അറിയാതെ, നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംസാരിക്കുമ്പോൾ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം സഹാബികളിൽ ചിലർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വരാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കാരണമെന്ന് അറിയാൻ വേണ്ടി ആളെ അന്വേഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ സഹാബികൾ പോയി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വീട്ടിലിരുന്ന് കരയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ശബ്ദം കുറച്ച് ഉച്ചത്തിലുള്ള ശബ്ദമാണ്, എന്റെ പ്രകൃതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എന്റെ ശബ്ദം ഞാൻ അറിയാതെ ഉയർന്നു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ മസ്ജിദിലേക്ക് വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക, അദ്ദേഹത്തോട് തിരിച്ചു വരാൻ പറയുകയും ചെയ്തു. സഹാബികൾ പുലർത്തിയ ബഹുമാനത്തിന്റെ രൂപമാണിത്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്ത് എടുത്തു നൽകിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്താൻ പാടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യങ്ങൾ, അതിനു മുകളിൽ ഒരാൾ തന്റെ ബുദ്ധി കൊണ്ട്, തന്റെ ചിന്ത കൊണ്ട്, തന്റെ അഭിപ്രായങ്ങൾ കൊണ്ട്, തന്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് എതിരു പറഞ്ഞാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? കേവലം ശബ്ദമുയർത്തുന്നതിന്റെ കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് എതിരെ എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, അതല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് എതിരു പറയുന്നവൻ, നബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ബുദ്ധിക്കത് സ്വീകരിക്കാൻ പറ്റില്ല, എന്റെ ചിന്തക്കത് യോജിക്കുന്നില്ല, എന്റെ താല്പര്യങ്ങൾക്കത് വിരുദ്ധമാണ്, അതൊന്നും ഈ കാലഘട്ടത്തിൽ നടപ്പുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകുന്നവൻ, അവന്റെ കാര്യം എന്താണ്? കേവലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തുന്നവന്റെ പ്രവർത്തനങ്ങൾ വരെ ബാത്തിലാകുമെങ്കിൽ, അതുവരെ നിഷ്ഫലമാകുമെങ്കിൽ എന്തായിരിക്കും ഈ പറഞ്ഞ എതിരാകുന്നതിന്റെ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്നവരുടെ കാര്യം സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള ആദരവിൽ പെടുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാം. ഒന്ന്, തൗഹീദിനെ ബഹുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം തൗഹീദ് ശ്രദ്ധിക്കലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വിഷയം തൗഹീദാണ്. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നു എങ്കിൽ അവൻ തൗഹീദ് പഠിക്കട്ടെ, തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കട്ടെ, അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്കൂ. മക്കയിൽ അവിടുന്ന് പ്രബോധനം ആരംഭിച്ച കാലഘട്ടം, ദുൽമജാസിലെ ഉഖാദയിലെ ചന്തകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ തുടക്കം ഇപ്രകാരമാണ്. അങ്ങനെയാണ് അവിടുന്ന് ദഅവത്ത് ആരംഭിക്കുന്നത്. അവിടുത്തെ ഇസ്ലാമിലേക്കുള്ള പ്രബോധനത്തിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലാണ് ആരംഭിച്ചത്. അത് അവസാനിച്ചത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികളിൽ അനേകം പേർ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, ജുവൈരിയ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ അനേകം സഹാബിമാർ ഉദ്ധരിച്ച ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുൻപ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കാണാം. അവിടുന്ന് ഇടക്കിടക്ക് ബോധം വരികയും ചിലപ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോവുകയും അങ്ങേയറ്റത്തെ വേദന അനുഭവിക്കുകയും രണ്ട് ആളുകൾക്ക് പനിക്കുന്നതിന് തുല്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹുവിന്റെ ശാപം യഹൂദ നസാറാക്കൾക്ക് മേലുണ്ടാകട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ഖബർ മസ്ജിദാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതാ മസ്ജിദിലാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഈ മസ്ജിദ് ഉപയോഗപ്പെടുത്തുന്നത്? നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ്, ദുആ ചെയ്യുന്നതിന് വേണ്ടിയാണ്, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, ആരാധനകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന സ്ഥലമായി ഖബറുകൾ മാറ്റിയാൽ അത് ഖബറിനെ മസ്ജിദാക്കലാണ്. ഒരാൾ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു, ഖബറിലുള്ള ആളോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കിയാൽ അവൻ ഖബറിനെ മസ്ജിദാക്കി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആരംഭിക്കുന്നത് തൗഹീദിലാണ്, അവസാനിക്കുന്നതും തൗഹീദിലാണ്. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നു എങ്കിൽ അവൻ തൗഹീദ് ശ്രദ്ധിക്കട്ടെ, തൗഹീദ് പഠിക്കട്ടെ, തൗഹീദ് പ്രാവർത്തികമാക്കട്ടെ, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കട്ടെ. അതാണ് ഒന്നാമത്തെ ബഹുമാനം, ഒന്നാമത്തെ ആദരവ്. അതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് എതിര് പറയാതിരിക്കുക, നാവ് കൊണ്ടും നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സഹാബിയുടെ അരികിൽ വന്നു. അയാളുടെ കയ്യിലുണ്ട് ഒരു സ്വർണത്തിന്റെ മോതിരം ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കൈ പിടിച്ചുകൊണ്ട് ആ മോതിരം ഇങ്ങൂരി അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിനൻ നാർ ثم يجعلها على او ثم يجعلها في يده. നിങ്ങളിൽ ചിലർ നരകത്തിൽ നിന്നുള്ള ഒരു വളയമുണ്ടാക്കി അത് അവന്റെ കയ്യിൽ ധരിക്കുകയും അത് തന്റെ കയ്യിൽ ധരിക്കുകയും തന്റെ കയ്യിൽ കൊണ്ട് നടക്കുകയും ചെയ്യുകയാണ്. സ്വർണത്തിന്റെ ആഭരണം പുരുഷന്മാർക്ക് ഇസ്ലാം വിരോധിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് ആ മോതിരം അങ്ങൂരി അത് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് പോയി. കൂടി നിന്ന സഹാബിമാരിൽ ചിലർ അവർ പറഞ്ഞു, ആ മോതിരം ധരിച്ച ആളോട് അവർ പറഞ്ഞു, നിനക്ക് ആ മോതിരം എടുത്തൂടെ, അത് എടുത്തിട്ട് വേറെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാലോ, അത് ഒരുക്കിയതിനു ശേഷം ഒന്നല്ലെങ്കിൽ സ്വർണം നിനക്ക് വിൽക്കാം, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ധരിക്കാൻ കൊടുക്കാം എന്ന അർത്ഥത്തിൽ അവർ അയാളോട് പറഞ്ഞു. ആ സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വലിച്ചെറിഞ്ഞ ഒരു കാര്യം അത് ഞാൻ ഇനി കൈകൊണ്ടെടുക്കുകയില്ല. പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, ആ മോതിരം എടുക്കുന്നത് അനുവദനീയമല്ലാത്തത് കൊണ്ടല്ല. ചില റിവായത്തുകളിൽ കൂടുതൽ വിശദമാക്കുന്ന ചില വാക്കുകൾ കാണാം. അദ്ദേഹം അത് സദഖയായി നിശ്ചയിച്ചതാണ്, അത് ഉദ്ദേശിക്കുന്ന ദരിദ്രർക്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചതാണ് എന്ന അർത്ഥത്തിൽ ചില ഹദീസിന്റെ റിവായത്തുകളിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞ ഒരു കാര്യം അത് എടുക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ എത്രയെത്ര വിശ്വാസങ്ങൾ എത്രയോ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. അവിടുന്ന് എടുത്തു പുറത്തേക്ക് വലിച്ചെറിയാൻ കൽപ്പിച്ച എത്രയെത്ര പിഴച്ച ചിന്താഗതികൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവർ കയറ്റിവെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ പാടില്ല എന്ന് വിലക്കിയ എത്രയെത്ര കാഴ്ചകൾ അവന്റെ കണ്ണുകൊണ്ട് അവൻ നിറഞ്ഞു കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ പാടില്ല എന്ന് വിലക്കിയ എത്രയെത്ര ശബ്ദങ്ങൾ അവന്റെ ചെവികൾ കൊണ്ട് അവൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഭക്ഷണവും അവിടുന്ന് നിരോധിച്ച വസ്ത്രങ്ങളും അവിടുന്ന് പാടില്ലെന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളും നാം ഇതൊരു മടിയുമില്ലാതെ പല ആളുകളും ചെയ്യുന്നു. സഹോദര, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ആദരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ അവിടുത്തെ നീ അനുസരിക്കുക, ധിക്കരിക്കരുത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം തഅദീമു സുന്നതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക. അവിടുത്തെ ഹദീസുകൾ നിസ്സാരമായി കാണരുത്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ, അത് നമുക്ക് എത്തിച്ചു തന്ന സഹാബിമാർ, അത് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇവയൊക്കെ വളരെ വിലയില്ലാത്തതാക്കി അതിലൊക്കെ എന്തൊക്കെയോ വാറോലകളുണ്ട്. എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവർ, ഹദീസുകൾ ക്രോഡീകരിച്ച ഇമാമുമാർ, ഇമാം ബുഖാരിയെ കുറിച്ച് അദ്ദേഹം ജൂതചാരനാണ് എന്ന് പറയുന്നവർ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കള്ള ഹദീസുകളാണ്, അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല.
എന്ന് നിസ്സാരമായി പറഞ്ഞു പോകുന്ന ആളുകൾ ഒരു ചിന്തിക്കാത്ത ഒരു കാര്യം, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരാൾ കളവ് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ അവനെ കൊന്നുകളയും. അങ്ങനെയുള്ള ഭരണം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി രചിച്ചത്. മുസ്ലിമീങ്ങൾ അവരുടെ ദീൻ മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു പണ്ഡിതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഇങ്ങനെ വ്യാപകമായി കളവുകൾ പറയുക എന്നത് എങ്ങനെയാണ് ഒരാളുടെ ബുദ്ധിക്ക് യോജിക്കുക? ആളുകൾ എത്ര നിസ്സാരമായാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. ഇന്ന് റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെല്ലാം കൂടി പറഞ്ഞവന്റെ മേലെ അവന് മറുപടി എഴുതും, അവന് ഖണ്ഡനം പറയും. ഇത് നബി പറഞ്ഞിട്ടില്ല, ഇതിനെവിടെ തെളിവ്, ഇതെവിടെ ഖുർആനിലില്ല, ഇത് ഹദീസിലില്ല, ഇത് ഒരു പുസ്തകത്തിലുമില്ല, ഇതിന്റെ സനദിൽ ഇങ്ങനെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇല്ലാത്തത് ഒരാൾ പറഞ്ഞാൽ ഉടനടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ പൊതിയുകയാണ്. ഇക്കാലഘട്ടത്തിൽ വരെ അതങ്ങനെയാണ്. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ അവർ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ, ഇമാമീങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ഇമാം റസൂലുള്ളാഹിയുടെ മേലെ ഇങ്ങനെ കളവുകൾ കെട്ടിച്ചമച്ച ഒരു പുസ്തകം പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിയില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളെ ബഹുമാനിക്കുക, ആദരിക്കുക, അതിന് വിലയില്ലാതെയാക്കരുത്, അതിനെ നിസ്സാരമായി കാണരുത്. ഹമ്മാദ് ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അറാ റഫഅ الصوت عليه بعد موته كرفع الصوت عليه في حياته. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ശബ്ദമുയർത്താൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹമ്മാദ് ഇബ്നു സൈദ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദാ ഖുരിഅ ഹദീസുഹു വജബ അലൈക അൻ തുൻസിത ലഹു കമാ തുൻസിതു ലിൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസ് നീ കേട്ടാൽ നീ മിണ്ടാതിരിക്കണം, നീ അത് കേൾക്കുന്നതിന് വേണ്ടി ചെവി ഓർക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ വർത്താനം പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആളുകൾ സുബ്ഹാനല്ലാഹ്, പല ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയുന്നതിൽ ചിലർക്ക് ബഹുമാനമില്ല, കേൾക്കുമ്പോൾ ചിലർക്ക് ബഹുമാനമില്ല. ചില ആളുകളോട് ഹദീസ് അങ്ങനെ എത്ര ഹദീസ് ഉണ്ട്, അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തിനെ കുറിച്ചാണ്, ആരെ കുറിച്ചാണ്, ആരുടെ വാക്കുകളെ കുറിച്ചാണ് അവൻ ഈ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കുറിച്ചാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നതിനു വേണ്ടി വുദു എടുക്കും, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദരിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم بعضا أن تحبط أعمالكم وأنتم لا تشعرون. يا أيها الذين آمنوا ألا مؤمنين لا ترفعوا أصواتكم فوق صوت النبي. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനു മുകളിൽ ഉയർത്താൻ പാടില്ല. അവിടുത്തെ ശബ്ദത്തിന് മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദ. നിങ്ങളിൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുയർത്തി വർത്തമാനം പറയുന്നത് പോലെ, ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ സംസാരിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. നിങ്ങൾ അറിയാതെ, നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ.
അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംസാരിക്കുമ്പോൾ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം സഹാബികളിൽ ചിലർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വരാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കാരണമെന്ന് അറിയാൻ വേണ്ടി ആളെ അന്വേഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ സഹാബികൾ പോയി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വീട്ടിലിരുന്ന് കരയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ശബ്ദം കുറച്ച് ഉച്ചത്തിലുള്ള ശബ്ദമാണ്, എന്റെ പ്രകൃതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എന്റെ ശബ്ദം ഞാൻ അറിയാതെ ഉയർന്നു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മസ്ജിദിലേക്ക് വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക, അദ്ദേഹത്തോട് തിരിച്ചു വരാൻ പറയുകയും ചെയ്തു. സഹാബികൾ പുലർത്തിയ ബഹുമാനത്തിന്റെ രൂപമാണിത്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്ത് എടുത്തു നൽകിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്താൻ പാടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യങ്ങൾ, അതിനു മുകളിൽ ഒരാൾ തന്റെ ബുദ്ധി കൊണ്ട്, തന്റെ ചിന്ത കൊണ്ട്, തന്റെ അഭിപ്രായങ്ങൾ കൊണ്ട്, തന്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് എതിരു പറഞ്ഞാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? കേവലം ശബ്ദമുയർത്തുന്നതിന്റെ കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് എതിരെ എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, അതല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് എതിരു പറയുന്നവൻ, നബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ബുദ്ധിക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല, എന്റെ ചിന്തക്കത് യോജിക്കുന്നില്ല, എന്റെ താല്പര്യങ്ങൾക്കത് വിരുദ്ധമാണ്, അതൊന്നും ഈ കാലഘട്ടത്തിൽ നടപ്പുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകുന്നവൻ, അവന്റെ കാര്യം എന്താണ്? കേവലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തുന്നവന്റെ പ്രവർത്തനങ്ങൾ വരെ ബാത്തിലാകുമെങ്കിൽ, അതുവരെ നിഷ്ഫലമാകുമെങ്കിൽ എന്തായിരിക്കും ഈ പറഞ്ഞ എതിരാകുന്നതിന്റെ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്നവരുടെ കാര്യം സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള ആദരവിൽ പെടുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാം. ഒന്ന്, തൗഹീദിനെ ബഹുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം തൗഹീദ് ശ്രദ്ധിക്കലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വിഷയം തൗഹീദാണ്. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നു എങ്കിൽ അവൻ തൗഹീദ് പഠിക്കട്ടെ, തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കട്ടെ, അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്കൂ. മക്കയിൽ അവിടുന്ന് പ്രബോധനം ആരംഭിച്ച കാലഘട്ടം, ദുൽമജാസിലെ ഉഖാദയിലെ ചന്തകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ തുടക്കം ഇപ്രകാരമാണ്. അങ്ങനെയാണ് അവിടുന്ന് ദഅവത്ത് ആരംഭിക്കുന്നത്. അവിടുത്തെ ഇസ്ലാമിലേക്കുള്ള പ്രബോധനത്തിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലാണ് ആരംഭിച്ചത്. അത് അവസാനിച്ചത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികളിൽ അനേകം പേർ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, ജുവൈരിയ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ അനേകം സഹാബിമാർ ഉദ്ധരിച്ച ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുൻപ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കാണാം. അവിടുന്ന് ഇടക്കിടക്ക് ബോധം വരികയും ചിലപ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോവുകയും അങ്ങേയറ്റത്തെ വേദന അനുഭവിക്കുകയും രണ്ട് ആളുകൾക്ക് പനിക്കുന്നതിന് തുല്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ
ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹുവിന്റെ ശാപം യഹൂദ നസാറാക്കൾക്ക് മേലുണ്ടാകട്ടെ. അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ഖബർ മസ്ജിദാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതാ മസ്ജിദിലാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഈ മസ്ജിദ് ഉപയോഗപ്പെടുത്തുന്നത്? നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ്, ദുആ ചെയ്യുന്നതിന് വേണ്ടിയാണ്, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, ആരാധനകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന സ്ഥലമായി ഖബറുകൾ മാറ്റിയാൽ അത് ഖബറിനെ മസ്ജിദാക്കലാണ്. ഒരാൾ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു, ഖബറിലുള്ള ആളോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കിയാൽ അവൻ ഖബറിനെ മസ്ജിദാക്കി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആരംഭിക്കുന്നത് തൗഹീദിലാണ്, അവസാനിക്കുന്നതും തൗഹീദിലാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നു എങ്കിൽ അവൻ തൗഹീദ് ശ്രദ്ധിക്കട്ടെ, തൗഹീദ് പഠിക്കട്ടെ, തൗഹീദ് പ്രാവർത്തികമാക്കട്ടെ, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കട്ടെ. അതാണ് ഒന്നാമത്തെ ബഹുമാനം, ഒന്നാമത്തെ ആദരവ്. അതാണ്. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് എതിര് പറയാതിരിക്കുക, നാവ് കൊണ്ടും നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സഹാബിയുടെ അരികിൽ വന്നു. അയാളുടെ കയ്യിലുണ്ട് ഒരു സ്വർണത്തിന്റെ മോതിരം ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കൈ പിടിച്ചുകൊണ്ട് ആ മോതിരം ഇങ്ങൂരി അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിനൻ നാർ ثم يجعلها على او ثم يجعلها في يده. നിങ്ങളിൽ ചിലർ നരകത്തിൽ നിന്നുള്ള ഒരു വളയമുണ്ടാക്കി അത് അവന്റെ കയ്യിൽ ധരിക്കുകയും അത് തന്റെ കയ്യിൽ ധരിക്കുകയും തന്റെ കയ്യിൽ കൊണ്ടു നടക്കുകയും ചെയ്യുകയാണ്. സ്വർണത്തിന്റെ ആഭരണം പുരുഷന്മാർക്ക് ഇസ്ലാം വിരോധിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് ആ മോതിരം അങ്ങൂരി അത് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് പോയി. കൂടി നിന്ന സഹാബിമാരിൽ ചിലർ അവർ പറഞ്ഞു, ആ മോതിരം ധരിച്ച ആളോട് അവർ പറഞ്ഞു, നിനക്ക് ആ മോതിരം എടുത്തൂടെ, അത് എടുത്തിട്ട് വേറെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാലോ. അത് ഒരുക്കിയതിനു ശേഷം ഒന്നല്ലെങ്കിൽ സ്വർണം നിനക്ക് വിളിക്കാം, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ധരിക്കാൻ കൊടുക്കാം എന്ന അർത്ഥത്തിൽ അവർ അയാളോട് പറഞ്ഞു. ആ സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വലിച്ചെറിഞ്ഞ ഒരു കാര്യം അത് ഞാൻ ഇനി കൈകൊണ്ടെടുക്കുകയില്ല. പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, ആ മോതിരം എടുക്കുന്നത് അനുവദനീയമല്ലാത്തത് കൊണ്ടല്ല. ചില റിവായത്തുകളിൽ കൂടുതൽ വിശദമാക്കുന്ന ചില വാക്കുകൾ കാണാം. അദ്ദേഹം അത് സദഖയായി നിശ്ചയിച്ചതാണ്, അത് ഉദ്ദേശിക്കുന്ന ദരിദ്രർക്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചതാണ് എന്ന അർത്ഥത്തിൽ ചില ഹദീസിന്റെ റിവായത്തുകളിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞ ഒരു കാര്യം അത് എടുക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ എത്രയെത്ര വിശ്വാസങ്ങൾ എത്രയോ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. അവിടുന്ന് എടുത്തു പുറത്തേക്ക് വലിച്ചെറിയാൻ കൽപ്പിച്ച എത്രയെത്ര പിഴച്ച ചിന്താഗതികൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവർ കയറ്റി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ പാടില്ല എന്ന് വിലക്കിയ എത്രയെത്ര കാഴ്ചകൾ അവന്റെ കണ്ണുകൊണ്ട് അവൻ നിറഞ്ഞു കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ പാടില്ല എന്ന് വിലക്കിയ എത്രയെത്ര ശബ്ദങ്ങൾ അവന്റെ ചെവികൾ കൊണ്ട് അവൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഭക്ഷണവും അവിടുന്ന് നിരോധിച്ച വസ്ത്രങ്ങളും അവിടുന്ന് പാടില്ലെന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളും നാം ഇതൊരു മടിയുമില്ലാതെ പല ആളുകളും ചെയ്യുന്നു. സഹോദര, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ആദരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ അവിടുത്തെ നീ അനുസരിക്കുക, ധിക്കരിക്കരുത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, തഅദീമു സുന്നതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക, അവിടുത്തെ ഹദീസുകൾ
നിസ്സാരമായി കാണരുത്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ, അത് നമുക്ക് എത്തിച്ചു തന്ന സഹാബിമാർ, അത് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇവയൊക്കെ വളരെ വിലയില്ലാത്തതാക്കി അതിലൊക്കെ എന്തൊക്കെയോ വാറവലകളുണ്ട്. എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവർ, ഹദീസുകൾ ക്രോഡീകരിച്ച ഇമാമുമാർ, ഇമാം ബുഖാരിയെ കുറിച്ച് അദ്ദേഹം ജൂതചാരനാണ് എന്ന് പറയുന്നവർ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കള്ള ഹദീസുകളാണ്, അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നിസ്സാരമായി പറഞ്ഞു പോകുന്ന ആളുകൾ ഒരു ചിന്തിക്കാത്ത ഒരു കാര്യം, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരാൾ കളവ് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ അവനെ കൊന്നുകളയും. അങ്ങനെയുള്ള ഭരണം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി രചിച്ചത്. മുസ്ലിമീങ്ങൾ അവരുടെ ദീൻ മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു പണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഇങ്ങനെ വ്യാപകമായി കളവുകൾ പറയുക എന്നത് എങ്ങനെയാണ് ഒരാളുടെ ബുദ്ധിക്ക് യോജിക്കുക? ആളുകൾ എത്ര നിസ്സാരമായാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. ഇന്ന് റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെല്ലാം കൂടി പറഞ്ഞവന്റെ മേലെ അവന് മറുപടി എഴുതും, അവന് ഖണ്ഡനം പറയും. ഇത് നബി പറഞ്ഞിട്ടില്ല, ഇതിനെവിടെ തെളിവ്, ഇതെവിടെ ഖുർആനിലില്ല, ഇത് ഹദീസിലില്ല, ഇത് ഒരു പുസ്തകത്തിലുമില്ല, ഇതിന്റെ സനദിൽ ഇങ്ങനെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇല്ലാത്തത് ഒരാൾ പറഞ്ഞാൽ ഉടനടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ പൊതിയുകയാണ്. ഇക്കാലഘട്ടത്തിൽ വരെ അതങ്ങനെയാണ്. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ അവർ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ, ഇമാമീങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ഇമാം റസൂലുള്ളാഹിയുടെ മേലെ ഇങ്ങനെ കളവുകൾ കെട്ടിച്ചമച്ച ഒരു പുസ്തകം പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിയില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളെ ബഹുമാനിക്കുക, ആദരിക്കുക, അതിന് വിലയില്ലാതെയാക്കരുത്, അതിനെ നിസ്സാരമായി കാണരുത്. ഹമ്മാദ് ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അറാ റഫഅ الصوت عليه بعد موته كرفع الصوت عليه في حياته. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ശബ്ദമുയർത്താൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹമ്മാദ് ഇബ്നു സൈദ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദാ ഖുരിഅ ഹദീസുഹു വജബ അലൈക അൻ തുൻസിത ലഹു കമാ തുൻസിതു ലിൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസ് നീ കേട്ടാൽ നീ മിണ്ടാതിരിക്കണം, നീ അത് കേൾക്കുന്നതിന് വേണ്ടി ചെവി ഓർക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ വർത്താനം പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആളുകൾ സുബ്ഹാനല്ലാഹ്, പല ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയുന്നതിൽ ചിലർക്ക് ബഹുമാനമില്ല, കേൾക്കുമ്പോൾ ചിലർക്ക് ബഹുമാനമില്ല. ചില ആളുകളോട് ഹദീസ് അങ്ങനെ എത്ര ഹദീസ് ഉണ്ട്, അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തിനെ കുറിച്ചാണ്, ആരെ കുറിച്ചാണ്, ആരുടെ വാക്കുകളെ കുറിച്ചാണ് അവൻ ഈ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കുറിച്ചാണ്. ഈ അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രതിരോധിക്കുക. അവിടുത്തേക്കെതിരെ ആക്ഷേപങ്ങൾ വന്നാൽ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ നേരിടുക, ഉണ്ടാതിരിക്കരുത്. നിനക്ക് എന്താണോ സാധിക്കുന്നത് അത് നീ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരാൾ പരിഹസിച്ചാൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള എന്തെല്ലാം നിനക്ക് ചെയ്യാൻ സാധിക്കുമോ, നിന്റെ കഴിവിൽപ്പെട്ടതാണ് എങ്കിൽ നീ അത് ചെയ്യണം.
നാട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ അത് മോശം പറയുന്നു. നീ സമ്പത്തുള്ളവനാണോ? റസൂലുള്ളയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പുസ്തകം നീ അടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുക, നിനക്ക് അത് സാധിക്കില്ല. നീ അറിവുള്ളവനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചുകൊണ്ട് നീ സംസാരിക്കുക, നീ എഴുതുക, മറുപടി പറയുക, ഉണ്ടാതിരിക്കരുത്. ഇനി അതൊന്നും നിനക്ക് സാധിക്കില്ല, നീ സാധാരണക്കാരനാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മര്യാദകൾ ജീവിതത്തിൽ പുലർത്തി കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ റസൂൽ ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കപ്പെടുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കരുത്. നമ്മുടെ ഹൃദയം തണുത്തുപോയി, നമ്മുടെ ഹൃദയം ഉണങ്ങിപ്പോയ അവസ്ഥയിലാകരുത്. അവിടുത്തോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള ആദരവ് ഹൃദയത്തിൽ നിറയേണ്ടതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രത്യേകം തെളിവുകൾ പറയാതെ തന്നെ മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത കാര്യമാണ്. അതില്ലാത്തവൻ അവന് ഇസ്ലാം ഒന്നല്ലെങ്കിൽ വളരെ ദുർബലമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഇസ്ലാം അവന്റെ ഹൃദയത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വൈകാരികമായ സ്നേഹവും അടുപ്പവും ഹൃദയത്തിൽ തോന്നാതിരിക്കുക എന്നത് ഈമാനിന്റെ അങ്ങേയറ്റത്തെ തകർച്ചയുടെ ലക്ഷണമാണ്. മുസ്ലിമാണോ അവനത് തോന്നിയിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആക്ഷേപിക്കുന്നത് കേട്ടു നിൽക്കുക, ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയയും മറ്റ് കാര്യങ്ങളും വളർന്നതുകൊണ്ട് ആളുകൾ എല്ലാം ഇരുന്ന് കേൾക്കുകയാണ്. പലതിലും തനിച്ച കളവുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. നിന്നെ കുറിച്ചോ നിന്റെ വാപ്പയെ കുറിച്ചോ പറഞ്ഞാൽ പോലും നിനക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്തതാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ആളുകൾ അത് കേൾക്കുകയാണ്, എന്നിട്ട് അതിന് പ്രചാരം കൊടുക്കുകയാണ്. അതിൽ നിന്ന് തിരിഞ്ഞു കളയേണ്ടവനാണ് ഒരു മുസ്ലിം. അതിന് മറുപടി പറയേണ്ട പണ്ഡിതന്മാർ അതിന് മറുപടി പറയുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രതിരോധിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അഞ്ചാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക എന്നതാണ്. അത് നാവ് കൊണ്ട് പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ നിന്റെ ജീവിതം കൊണ്ട് നീ പ്രചരിപ്പിക്കണം. നാവ് കൊണ്ട് പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ജനങ്ങൾക്ക് വായിക്കാൻ കൊടുക്കുക, അത് വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എത്തിച്ചു നൽകാൻ പരിശ്രമിക്കുക. ജീവിതം കൊണ്ട് ഇതെങ്ങനെ എത്തിച്ചു നൽകുക? നിന്റെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതാക്കുക. ഓരോ ദിവസവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമാനതയുള്ളതാകാൻ, അവിടുത്തോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇത് അവസാനിപ്പിക്കരുത്. നിന്റെ സ്വഭാവം നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നോക്കുക. എന്നിട്ട് ഇനി ഞാൻ എത്ര പോകാനും ഇങ്ങനെ മാറ്റി മാറ്റി മുന്നോട്ട് പോകും. മുസ്ലിം അവൻ മരിക്കുന്നവരെ മാറിക്കൊണ്ടേയിരിക്കണം. അവന്റെ നന്മകൾ വർദ്ധിക്കുകയും തിന്മകൾ കുറയുകയും വേണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പ്രചരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫഹഫിളഹാ വവഅഹാ ഫബല്ലഗഹാ കമാ സമിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഹദീസ് ഒരാൾ കേൾക്കുകയാണ്. ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹിയുടെ ഹദീസ് കേൾക്കുക. ഫഹഫിളഹാ, എന്നിട്ട് അത് അവൻ മനഃപ്പാഠമാക്കുകയാണ്. വവഅഹാ, അതിന്റെ അർത്ഥം അവൻ മനസ്സിലാക്കുകയാണ്, അതിന്റെ ഉദ്ദേശം അവൻ മനസ്സിലാക്കുകയാണ്. ഫബല്ലഗഹാ കമാ സമിഅ, അവൻ അത് കേട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു നൽകുകയാണ്. ഈ 4 കാര്യം ഒരാൾ ചെയ്താൽ നദ്ദറല്ലാഹു ഇംറഅ, അള്ളാഹു അവന്റെ മുഖത്തിന് പ്രകാശം നൽകുമാറാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രചരിപ്പിക്കുക. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കൾ,
ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയും മറ്റുമൊക്കെ അവർക്ക് കൂടുതൽ അറിയാം. നിനക്ക് ഒരു കൈ കൊണ്ട്, ഒരു ചെറിയ ഒരു കൈയനക്കം കൊണ്ട് 1000 ആളുകൾക്ക് ഒരു നന്മ എത്തിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ജനങ്ങളെ നിങ്ങൾ നോക്കൂ, ആളുകൾ ഗ്രൂപ്പുകളിലും മറ്റും, അതല്ലെങ്കിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെയുള്ള സൗകര്യങ്ങളിലുമൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരർത്ഥവുമില്ലാത്ത വാർത്തകൾ. അവർ ഒരു വർഷം മുൻപ് എടുത്ത് വലിയ കാര്യമായി ഇപ്പൊ ദുനിയാവ് ഇടിച്ചു വീഴും എന്ന രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒരു വർഷം മുന്നേ പറഞ്ഞ കാര്യം ഈ വർഷത്തുമ്പോഴത്തേക്ക് ആളുകൾ മറന്നുപോയിട്ടുണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ 1400 വർഷങ്ങളായി. അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല, അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞ തവണ പറഞ്ഞ്, കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് ഇക്കൊല്ലാവുമ്പോഴത്തേക്ക് ഇനി മാറ്റി പറയേണ്ടതില്ല. അതുകൊണ്ട് സഹോദരൻ, നീ ബുദ്ധിയുള്ളവനാവുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ശത്രുവിന്റെ നെഞ്ചിലേക്ക് യുദ്ധത്തിനിടയിൽ അമ്പെയ്യുക എന്നതിനേക്കാൾ നിനക്ക് അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് ജനങ്ങൾക്ക് എത്തിച്ചു നൽകുക എന്ന്. ഒരു ശത്രുവിനെ, ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ശത്രുവിനെ യുദ്ധത്തിനിടയിൽ അമ്പെയ്ത് അവനെ കൊലപ്പെടുത്തുക എന്നതിനേക്കാൾ ശക്തമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ പ്രചരിപ്പിക്കുക എന്നത്. ഈ കാലഘട്ടത്തിൽ ആളുകൾ നിരീശ്വരവാദത്തിന്റെ, അതല്ലെങ്കിൽ മതനിരാസത്തിന്റെ മറ്റുമൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതൊക്കെ കൂടുതൽ കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആളുകൾ പരാതി പറയുന്ന കാലഘട്ടമാണ്. എന്താണ് ഇതിനുള്ള പരിഹാരം? റസൂലുള്ളാഹിയുടെ ഹദീസുകൾ നീ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുക, അവിടുത്തെ കുറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അജ്ഞതയെയാണ് യുക്തിവാദികൾ മുതലെടുക്കുന്നത്. അവിടുത്തെ കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ല എന്നതിനെയാണ് നിരീശ്വരവാദികൾ മുതലെടുക്കുന്നത്. അപ്പോൾ ആരാണ് അതിന് പകരം പ്രവർത്തിക്കേണ്ടത്? ആരാണ് ഇതിന് പ്രതിരോധം തീർക്കേണ്ടത്? മുസ്ലിമീങ്ങളാണ്. എന്നാൽ അവരാകട്ടെ സുബ്ഹാനല്ലാഹ്, അവരിൽ പലരും അവരുടെ പ്രധാനപ്പെട്ട യുവത്വം സിനിമയുടെ പിന്നിൽ, ക്രിക്കറ്റിന്റെ പിന്നിൽ, ഫുട്ബോളിന്റെ പിന്നിൽ. അപ്പോൾ സഹോദരങ്ങളെ, ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അവസാനത്തെ കാര്യം, 4ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ മുസ്ലിമും പാലിച്ചിരിക്കേണ്ട 4ാമത്തെ ബാധ്യത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും അവിടുത്തേക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുകയും ചെയ്യുക എന്നതാണ്. അതായത് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ വിലക്കുകൾ ഉപേക്ഷിക്കുക. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ മുസ്ലിമും പൂർണ്ണമായി അനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ കീഴൊതുങ്ങണം. റസൂലുള്ളാഹിയെ പൂർണ്ണമായി അനുസരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ അനേകം തെളിവുകൾ ഖുർആനിലും ഹദീസിലുമുണ്ട്. ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നഹ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൽപ്പനകൾക്ക് എതിരാകുന്നവർ അവരെ ഫിത്ന ബാധിക്കുന്നത് ഭയക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൽപ്പനകൾക്ക് എതിരാകുന്നവർ അവരെ ഫിത്ന ബാധിക്കുന്നത് ഭയക്കട്ടെ. എന്താണ് ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ എതിരാകുന്നതോടെ അയാൾ ചിലപ്പോൾ കുഫ്റിൽ, മുസ്ലിമാകാതെ കാഫിറായി മരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ നിഫാഖ് കടന്നു വരികയും അയാൾ മുനാഫിഖായി തീരുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അയാൾ സിന്ദീഖായി, നിരീശ്വരവാദിയായി മാറാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ അയാൾ മുബ്തദിആയി, ബിദ്അത്തുകാരനായി മാറാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരെയായാൽ ഒന്നല്ലെങ്കിൽ അവനെ ഫിത്ന ബാധിക്കും, അതല്ലെങ്കിൽ ഔ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവനെ ബാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ
ഇസ്ലാമിക രാജ്യത്താണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ എതിർക്കുന്നവർ അവരെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതാണ് അവർക്കുള്ള വിധി. ഇസ്ലാമിക രാജ്യത്താണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നവർക്ക് അത് പറയാനുള്ള അവസരം തുറന്നു കൊടുക്കാൻ ഇസ്ലാമിക നാടുകളിൽ ഉണ്ടാവുകയില്ല. അതല്ലെങ്കിൽ അവർക്ക് പരലോകത്ത് നരകശിക്ഷ ഉണ്ടായിരിക്കും എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ പറഞ്ഞ നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം അത് വിശദീകരിക്കുന്ന വേളയിൽ ഈ പറഞ്ഞ കാര്യം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് ജീവിതത്തിൽ മരണം വരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.